നേരത്തെ പറഞ്ഞിരുന്ന ആപ്രഹെൻഷൻസ് ഉള്ള പൊതുസമൂഹം പറയുന്നത് വാജ്പേയി ആയിരുന്നു ഭേദം. അതായത് വാജ്പേയിക്ക് കലാഹൃദയം ഉണ്ടായിരുന്നു, കവിയാണ്, നല്ല ഭംഗിയുള്ള പ്രസംഗങ്ങൾ പറയും, ഹൃദയവിശാലത, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതായത് രണ്ടാമതൊരു നേതാവിനെ വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആപ്രഹെൻഷൻസ് എന്ന് പറയുന്നത് അയാളുടെ പൊളിറ്റിക്കൽ ഉണ്ടായിരുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതായത് അയാൾക്ക് 4 തവണ ചീഫ് മിനിസ്റ്ററായി, പക്ഷേ ആദ്യകാലത്ത് അധികാരത്തിലേറി 3 മാസം 4 മാസം സമയമായപ്പോൾ ഗോത്ര കലാപം ഉണ്ടാകുന്നു, വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെ അവിടെ ജയിച്ചു വരുന്നു. പക്ഷേ ആൾക്കാർ ചിന്തിച്ചത് വാജ്പേയി ആയിരുന്നു ഭേദം, മോദി അല്ല. മോദി ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. അദ്ദേഹം ഇത്തരത്തിലുള്ള നമ്മൾ ഈ പറയുന്ന, അതായത് ഗോത്ര ചെയ്തയാൾ ഇവിടെയുള്ള ആൾക്കാരെ നിലനിർത്താൻ പോലും സഹായിക്കില്ല, ഇവിടെ കടുത്ത ഹിന്ദു ഇതാകും, അദ്ദേഹം കൂട്ടക്കൊലകൾ, മറ്റ് കലാപങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നിലവിലില്ല. 7 വർഷം